ബ്ലഡ് ഉണ്ട് കേട്ടോ. ഇത് ബ്ലഡ് അല്ലേ? ബ്ലഡ് ഇതൊക്കെ ബ്ലഡ് ആയതാണ്. പിന്നെ അയിമലുണ്ടാ ഗ്ലാസ് മേലുണ്ടല്ലേ ബ്ലഡ് അത്. ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സംഭവം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഹാപ്പി ന്യൂസുള്ള വീഡിയോ ഒന്നുമല്ലേ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലൊരു വണ്ടിക്ക് ചെറിയൊരു രീതിയിൽ പണി കിട്ടി. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ഇനി എന്തായാലും ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് വണ്ടിയിൽ നേരിട്ട് തന്നെ കാണുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ വണ്ടി യമഹേൻ്റെ വീഡിയോ. ഈ വണ്ടിക്കാട്ടോ പണിയിട്ട്. സീറ്റ് വരെ ഇതാക്കിയാ മതി. പോകുന്നില്ലേ? ഈ പീസ് പൊളിഞ്ഞല്ലോ. ഈ പീസ് കിട്ടറിഞ്ഞല്ലേ സംഭവം. ഇത് തായിനുണ്ടാ ഈ സാധനം? സ്ക്രൂ പൊട്ടിയതാണോ? ഇത് പൊട്ടിയതാണ്. ഇവിടെ പൊട്ടിയതാ. അതാണ് കൊണ്ടിക്കണേ. ഈ സാധനം അടിക്കാൻ സംഭവം ലോക്കാണ്. ഇത് ലോക്ക് കിട്ടില്ല. ഫ്രണ്ട് പോയിന് ഇടിയുടെ ആഘാതത്തിൽ ഗ്ലാസും പൊട്ടിയില്ല. ഇന്ന് മഞ്ഞല്ലേ അവിടെ വീട്ടില മറുകാടുണ്ടായിരുന്നു. പക്ഷെ മറുകാടില്ല ഈ സാധനം. ഇതിനെന്താ പറയില്ല ഈ സാധനത്തിന്? ഇവിടെ ഉണ്ടാവണേ ഇവിടെ ഇങ്ങനെ സാധനം ഉറപ്പാ? സോറി, ഞാൻ പറഞ്ഞ കാട് ഈ സാമാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് വണ്ടിക്ക് വല്ല പരിക്കില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ പൊട്ടി ഈ ഭാഗത്തുണ്ടായിരുന്നു. അതൊക്കെ തട്ടിയ സമയത്ത് പോയി, പൊട്ടിപ്പോയി. ഫ്രണ്ടിക്ക് വരുന്ന ഭാഗത്ത് എന്താ പറയാ, ഇത് ഡിസ്ക് ടൈറ്റ് ആയിനല്ലേ, ഡിസ്ക് ജാമായിന്. വേറെ ഇപ്പം ഹെഡ്ലൈറ്റ് രണ്ട് പീസായിന്. പക്ഷേ എന്താ പറയാ ഒട്ടിച്ചെടുത്തെന്നാ പറഞ്ഞത്. ചിലപ്പോൾ ഇനി വണ്ടി ഇങ്ങനെ പറഞ്ഞത്. പിന്നെ വയറ് കാര്യങ്ങളും അങ്ങനെ വിട്ടുപോയിട്ട് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. കപ്ലറായിരുന്നു, അതേമാതിരി ഊരി വെച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങളെന്തായാലും ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ എടുത്ത് പോകണ്ട നേരെ. ഇനി നോക്കണം, കുറേ നയിച്ച് നോക്കണം എന്താ പാട് എന്നുള്ളത്. ബാക്കിലേക്കൊന്നും വല്ല പരിക്കില്ല. ബാക്കിൽ ഇതാണ് മെയിനായിട്ടുള്ളത്. ഇതൊക്കെ പാടെ പൊട്ടി പൊളിഞ്ഞിട്ട് വീണാണ്ട് സൈഡായതാണിത്. അല്ല അയച്ചു നോക്കാം. വണ്ടി ഫുള്ള് അടിക്കുക. പക്ഷേ അയക്കാനുള്ള പരിപാടി ഒരു സ്ഥലത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഇപ്പോൾ കുറേ സാധനങ്ങൾ അയച്ചാണ്. ഇപ്പോൾ ഇതിൽ ഈ ഹെഡൊക്കെ ഫുള്ള് പോയതാട്ടോ. അതേപോലെ ഇതാണ് ഇപ്പോൾ ഇങ്ങോട്ട് അയച്ച് മാറ്റി വെച്ചത്. അപ്പോൾ ഇത് എററിൻ്റെ ഒക്കെ മൂപ്പരെ ബ്ലഡാത്. എററും ആകെ പോയി. ഇതാ ഫുള്ള് അയച്ച് വെച്ചാണ്. നിങ്ങൾ വേറെ കയറ്റിയതാട്ടോ. അതും സ്ക്രാച്ച് കാര്യങ്ങൾ ഫുള്ളായിരുന്നു. ഇതൊക്കെ ഇനി റീപെയിൻറ്റ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ പീസാണ് ഫ്രണ്ടിൽ വരുന്ന കിറ്റുമ്പോൾ വരുന്നതാണ്. അതും ഫുള്ള് പൊട്ടി പീസായി. ഇത് വൈസർ, ബബിൾ വൈസർ ഒന്നും സീനൊന്നുമില്ല കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ പീസും അങ്ങനെ മാറ്റി വെച്ചാണ്. ഈ മിററ് പൊട്ടിയൊന്നുമില്ല കേട്ടോ. ഇതല്ല കുഴപ്പമില്ലാത്ത. ഇത് ബാക്കത്തെ പീസാണ്. ബാക്ക് പീസ് പൊട്ടിപ്പോയി. നമ്മൾ ഫുള്ള് അയച്ചു വെച്ചാണ്. ബാക്ക് ഫുള്ള് അയച്ചു. ഏത് ഈ വണ്ടീനേറ്റോ? ഈ വണ്ടീനായിട്ട് കൂട്ടിയിടിച്ച് കേട്ടോ മൂപ്പര് പറയാൻ പറഞ്ഞു.
ടയറുണ്ടല്ലേ പഞ്ചറായി പോയി. അയ്യോ ഇതാണ് ഇതാട്ടോ വണ്ടീൻ്റെ ഹെഡ്. ഇവിടെ പൊട്ടിയിട്ടുണ്ട്. എവിടെ? ഗമ്മിട്ട് ഒട്ടിച്ചു ഇവിടെ കൈ ഭാഗം. ആ ഇവിടെ കേട്ടോ പൊട്ടിയത്. ഗമ്മൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയതാണ്. ഇത് ഞങ്ങൾ കസ്റ്റം ചെയ്താട്ടോ DR-ൽ. ഞങ്ങളിത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുമൊക്കെ ബ്ലഡ് ഉണ്ട് കേട്ടോ. ഇത് ബ്ലഡ് അല്ലേ? കളറുടെ കണ്ടാൽ അറിയാൻ മതി. കുറച്ച് മങ്ങിയ മാതിരി ഉണ്ടാവും. ഇവിടുത്തെ പീസിലുണ്ടല്ലോ കുറച്ച് ബ്ലഡ്. ഇതൊക്കെ ബ്ലഡ് ആയതാണ്. പിന്നെ അയിമിലുണ്ടാകും ഗ്ലാസ് മേലുണ്ടല്ലേ. ബാക്കത്തെ പീസൊക്കെ ഞങ്ങൾ ഏതാണ്ട് സെറ്റാക്കി എടുത്തു. ഇതിനൊക്കെ ഊരി പോകുന്നത് ഞങ്ങൾ നൈസായിട്ട് ഉള്ളിൽ കുടുങ്ങിക്കാൾ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പീസ് ഈ സാധനം പൊട്ടിപ്പോയി ഈ സൈഡിൽ. അപ്പം ഞാൻ അതെന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. ചിലപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു സെറ്റിങ്സ് മാറ്റുമെന്നാണ് പറയണത്. നോക്കാം. പാർക്ക് ഓണായിരുന്നല്ലോ. ഇതിലൊരു കണക്ഷൻ കൂടി ഉണ്ടാവില്ല. അതിൽ നമ്മൾ ഏതാ കൊടുക്കുക? അത് ഇൻഡിക്കേറ്റർ ഉണ്ടോ? ഇതല്ല ഭായി, ഞാനത് പാർട്ടിക്ക് ആക്കട്ടെ. എൻ്റെ മറ്റേ സ്വിച്ച് എപ്പോഴും മാറ്റേണ്ട പരിപാടി. ഫുൾ ടൈം കത്തി കിടക്കില്ല ജിയോൻ്റെ. മാറ്റണ ഇഷ്ടമല്ല. നമ്മൾ ഹെഡ്ലൈറ്റ് കൊടുക്കാൻ നോക്കുന്നത്. പക്ഷേ അത് നടക്കൂല കേട്ടോ. കാരണം അത് കുറേ നമുക്ക് ഞങ്ങൾ ഫിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ സാധനത്തിനോടൊക്കെ ബെൻഡ് ഉണ്ട്. അതേമാതിരി മീറ്റർ കൺസോള് കുറച്ച് ഇങ്ങോട്ട് പോകുന്നൊരു ഡൗട്ട്. എന്താ വെച്ചാൽ ഇതിങ്ങനെ എന്താ പറയുക, ഇവിടെ നോക്കുന്ന ടൈമിൽ ഇങ്ങനെ നിൽക്കണത് ഇതിങ്ങനെയാണ് വരേണ്ടത്. ഭയങ്കര സംശയം. അങ്ങനെ തന്നെയാണ് അത് മറ്റേ വൈസറും കാര്യങ്ങളും ഇടാത്തതുകൊണ്ട് തോന്നുന്നതാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയ ടൈമിലാണ് ശ്രദ്ധിച്ചത് ഈ സാധനം വളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുമ്പോൾ വളയാനൊരു എന്താ പറയുക അടി കിട്ടിയ അടിയാളോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ തിരിഞ്ഞും വന്ന് നോക്കിയത് എങ്ങനെ വന്നൊന്നും കൊടുത്തില്ല. ആ വീണേൻ്റെ ഇതിൽ ആയതാവും. എന്തായാലും നോക്കുന്നുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ പീസ് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഫുൾ കിറ്റ് ഭാഗത്തെ കിറ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തതിന് അത് കുറച്ച് ദിവസത്തിനുള്ളിൽ വരും. അത് ഫിറ്റ് ചെയ്യാണ്ട് പിന്നെ വേറെ പെയിൻ്റ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഇതിക്ക് പെയിൻറ്റിക്ക് മാറ്റിയെടുക്കണ്ടല്ലേ? അതെ. നമുക്കുള്ള പൈപ്പ് എത്തിയിട്ട് ഈ സാധനം ബെൻഡ് ഞങ്ങൾ നിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോളി. അങ്ങനെ നിർത്തണ്ട എന്ത് പരിപാടിയാണ് നോക്കണത്. അതുകൊണ്ട് ആരും ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കണ്ട. എന്നെ പോലെ ഉള്ളവരെ വിളിച്ചോളി. ഞങ്ങൾ വന്ന് വീട്ടിലൊന്ന് ചെയ്തു തരുന്നതാണ്. അയ്യോ വെറുതെ പറഞ്ഞ കേട്ടോ. നമുക്ക് അറിയെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മെക്കാനിക്ക് ഇങ്ങനെ വർക്ക്ഷോപ്പ് കൊടുക്കണമെന്നുണ്ടോ? ഇതിനൊക്കെ അറിയണോണ്ട് പ്രശ്നമല്ല. ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെ ഒറ്റയ്ക്ക് വന്നാടാ. വേണ്ട വേണോ? വേണ്ട വേണ്ട. ഒറ്റയ്ക്ക് വന്നവരെ കളി വെക്കുന്നു. മാത്രമാണ് ചെറിയ കോയലില്ലേ ഇതും വെച്ച് വെൽഡ് ചെയ്യണ്ടല്ലേ? വലിയാക്കല്ലേ എന്തൊക്കെയോ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നുണ്ട് ചെക്ക. എന്താ ഉദ്ദേശിച്ചത്? അവിടെ കട്ടിംഗ് പ്ലെയർ പിടിച്ചാലോ കിട്ടുമോ? സബാഷ്. അപ്പോൾ ഇങ്ങോട്ട് വളഞ്ഞ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത കൊലത്തിലാക്കി. ടൂൾ ബോക്സിൽ സാധനം എടുക്കാൻ പോയി. ഒക്കെയാണ് ഗായ്സ് അവസ്ഥ. ഇന്നിങ്ങോട്ടെല്ലാം കയറണല്ലേ? എന്തായാലും നോക്കണം. അതേ ടൈമിൽ പൊട്ടുള്ള പീസ് നൈസായിട്ട് ഒട്ടിച്ചെടുത്തിട്ടോ. ഇതാണോ നൂലൊക്കെ ഐറ്റംസ് ഒട്ടിക്കലാണ്. സെറ്റപ്പാണ്. കാലിപ്പം തന്നെയാണ്. എങ്ങനെ എക്സോസ്റ്റല്ലേ? കുപ്പി നോക്കി മറ്റേ വയർ നമുക്കിതിപ്പോ ഉള്ളിക്ക് വെക്കണ്ടേ? മഴ കൊള്ളാത്ത രീതിയിൽ നല്ലൊരു മഴ വരുന്നുണ്ട്. മഴ വരികയാണോ അതോ രാത്രിയാണോ? 6 മണിയാവാനായി. വെന്റ് ഉണ്ടല്ലോ മുന്നില്. ബെൻഡ് നമ്മളെ ഫ്രണ്ട് ഷോപ്പിന് പണിയിട്ടുണ്ട് കേട്ടോ. കാരണം ബെൻഡ് ഉണ്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ ആ സാമാനം നീ മാറ്റേണ്ടി വരും. നമ്മുടെ ഈ ഭാഗം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡൊക്കെ ഏതാണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാരണം സ്ക്രൂവിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ചെയ്യുന്നു. അതൊക്കെ ലെവലാക്കി ഇട്ടപ്പോൾ സാധനം സെറ്റായി. നമ്മുടെ ഈ ഫ്രണ്ടിൽ അത്യാവശ്യം പണിയുണ്ട് ഇവിടെ. സാധനം ഇത് വണ്ടി ഇടിച്ച ഐഡിയയിൽ നല്ല ഉള്ളിലേക്ക് വളഞ്ഞു വീടാം മീറ്ററിൻ്റെ ഭാഗമൊക്കെ ഇങ്ങോട്ട് കയറിക്കാണ്. അപ്പോൾ അതും പിന്നെ അതേമാതിരി നമ്മളെ പോർക്കിനും നല്ല ഒരു ലെഫ്റ്റ് സൈഡിലെ പോർക്കിനും അതേമാതിരി ബെൻഡ് ഉണ്ട്.
പിന്നെ എന്താ പറയുക, ടയറും തിരിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ റെഡിയാക്കി എടുക്കണം. കുറച്ച് പാടിയുണ്ട്. നന്നാക്കി എടുക്കാൻ കഴിയുന്നിടത്തോളം നമ്മൾ കുറേ സാധനങ്ങൾ നന്നാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ടിലാണ് മെയിനായിട്ട് പണിയുള്ളത്. പിന്നെ നൈസായിട്ട് മഴ ചെയ്തപ്പോൾ ഞങ്ങൾ പരിപാടി നിർത്തി. ഇപ്പം മോട്ടർ ഇട്ടിട്ട് ഇനി മഴ ചെയ്ത് വെള്ളം ഇറങ്ങിയാൽ അതിലും വലിയ ചോറാവും. ബാക്കി പണി കൂടി കഴിച്ച് വണ്ടി എന്തായാലും പെട്ടെന്ന് തന്നെ സെറ്റപ്പാക്കി ഇറക്കണം. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ കണ്ടതാട്ടെ ഈ നായക്കുട്ടികളെ. ഇത് ഇവിടെ കുട്ടികളാട്ടെ കണ്ണ് കൂടെ. കയറിയിട്ടുണ്ട്. അതെ, കണ്ണ് തുറന്നിട്ടില്ല. മുളച്ചിട്ടാണെങ്കിൽ എല്ലാ കളറും ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഇഷ്ടമായി. ബ്ലാക്ക്, വൈറ്റ്, ബ്രൗണും അല്ലേ? യെസ്. വാവറിങ്ങ ശല്യം ചെയ്യണ്ട. അതെ. ഇവിടുന്ന് ഒച്ചയിട്ട് വന്നു. ഗീവ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളി. ഗീവ് തരല്ലേ, ഗീവ് ഉണ്ട്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടീന്റെ അവസ്ഥ ഇപ്പോൾ അല്ലേ. പിന്നെ ഫ്രണ്ടിലാണ് മെയിനായിട്ട് നമുക്ക് പണി കിട്ടിയത്. കിറ്റും അതിന്റെ ഹെഡ്ലൈറ്റ് വാങ്ങലൊക്കെ പൊട്ടീന്. അതൊക്കെ ഇനിയിപ്പോ പുതിയത് വെക്കേണ്ടി വരും. ഹെഡ്ലൈറ്റ് ഒട്ടിച്ചു. ഹെഡ്ലൈറ്റ് ഒട്ടിച്ചെടുക്കുന്നു. പക്ഷേ ഇതുണ്ടല്ലോ കിറ്റിന്റെ ഭാഗത്താണ് മെയിനായിട്ട് അതാ വന്നത്. പിന്നെ ഫോർക്ക് ബെൻഡായിന്. സൈഡല്ലേ, ലെഫ്റ്റ് സൈഡിന്റെ ഫോർക്കിന് ബെൻഡ് ഉണ്ട്. ഫുള്ള് മാറ്റേണ്ടി വരും എന്നാ തോന്നുന്നു. സിംഗിൾ കിട്ടുമെന്ന് അറിയില്ല, ഞാൻ അന്വേഷിക്കണം. അപ്പൊ കസിനാണ് പറ്റിയത്. പക്ഷെ കസിന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മൂപ്പരെ കാണിക്കുന്നത്. കാൽമുട്ടിനും കൈമുട്ടിനൊക്കെ ചെറിയ പരിക്കുള്ളൂ, വലിയൊരു പ്രശ്നം പറ്റിയില്ല. ദൈവത്തിന് എന്തോ അനുഗ്രഹം. അപ്പോ എന്താ പറയാ, കാര്യമായിട്ട് പരിക്കൊന്നും പറ്റില്ല. അതിൽ നിന്ന് കുറെ പാർട്സ് ഒക്കെ എടുത്തിട്ട് നമ്മള് എന്താ പറയാ ഊരിയതിന് ശേഷം പിന്നെ രണ്ടാമത് കുടിക്കുമ്പോൾ കുറെ റെഡിയാണല്ലോ. അഡ്ജസ്റ്റ്മെന്റ് നിർത്തിയപ്പോൾ കുറെ റെഡിയാണ്. എന്നാലും കുറച്ച് സാധനങ്ങൾ മാറ്റാണ്ട് നല്ലൊരു സംഖ്യ കയറും. ഫണ്ട് കയറുന്നുള്ള ഉറപ്പാണ്. അപ്പൊ എന്തായാലും 2 മാസത്തിനുള്ള വണ്ടി പണി തീർക്കും, അത് ഉറപ്പാണ്. 2 മാസമല്ല, ഒരു മാസത്തിൽ എന്തായാലും വണ്ടി പണി സെറ്റപ്പ് ആയിട്ട് ഇറക്കും. ആ വെയിറ്റിംഗ് ആണ് വണ്ടി ഇറങ്ങുക. അതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ നിൽക്കുക, അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്താണ് പറയാ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. കൂടിക്കൂടി എന്തായാലും. അപ്പൊ വണ്ടീന്റെ ബാക്കി വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ